ബാംഗ്ലൂരിൽ നിന്ന് കഴിക്കാൻ പറ്റിയ അടിപൊളി കിടിലൻ ബിരിയാണി സ്പോട്ട് പറഞ്ഞു തരട്ടെ, കാണിച്ചു തരാം. ബാ, നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. പോത്ത് ബിരിയാണിയും ഒരു ഫുള്ള് ചിക്കൻ ബിരിയാണിയും. കട്ട വെയിറ്റിംഗ് ആണ്. 4 മാസം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത്. എല്ലാ ദിവസവും പക്ക ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിക്കുന്ന ശേഷം നമ്മുടെ മുമ്പിൽ പോത്ത് ബിരിയാണി വന്നു, ചിക്കൻ ബിരിയാണി വന്നു, ചിക്കൻ കോക്കനട്ട് ഫ്രൈയും വന്നു. ഇത്ര കൺസിസ്റ്റൻസി ഉണ്ടോ ഗൈസ്? ഇതൊന്നും ഇങ്ങനെ ആയിരിക്കും. ഡേറ്റ്സിൻ്റെ പിക്കിള്, പിന്നെ ചമ്മന്തി, ബീഫ് ഉണ്ടോ ഗൈസ്? നല്ല ചൂടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കച്ചമ്പർ, കുറച്ച് പോത്ത്, അടിപൊളിയുണ്ട്. നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഓർഡർ ചെയ്ത അടുത്ത ഡിഷാണ് ചിക്കൻ കോക്കനട്ട് ഫ്രൈ. ഇത് കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി അടിപൊളിയാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പോത്ത് ബിരിയാണിയാണ്. ബിരിയാണി കൊള്ളാം. ഓവറായിട്ട് മസാലയൊന്നുമില്ല. ചിക്കൻ നല്ല ടെൻഡറായിട്ടുണ്ട്. പയ്യോളി ചിക്കൻ ഫ്രൈ ട്രൈ ആണ് എന്തായാലും. ഓവറോൾ ഫുഡ് ബിരിയാണി നല്ല എക്സ്പീരിയൻസും. സർവീസ് നല്ലതായിട്ടുണ്ട്. എല്ലാം മലയാളികൾ തന്നെയാണ്. ചേട്ടന്മാരോട് എന്ത് വെച്ചാലും അപ്പോൾ തന്നെ തരുന്നുണ്ട്. അപ്പോൾ ബിരിയാണി കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഒരു വട്ടം ഇവിടുന്ന് ബിരിയാണി കഴിച്ചു നോക്കണം. പിന്നെ നിങ്ങൾ എന്തായാലും ഇവിടുന്ന് പിന്നെ പോണ വരുന്നുണ്ടാവില്ല. ഡെയിലി ഇവിടുന്ന് ബിരിയാണി കഴിക്കും. ഒരു പെയ്ഡ് പ്രൊമോഷനേ അല്ല, നിങ്ങൾ കഴിച്ചു നോക്ക് ഫുഡ്. ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ നെറ്റിൽ കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, ബാംഗ്ലൂരിലെ മലയാളി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും വീഡിയോ അയച്ചു കൊടുക്കുക. നല്ല ബെസ്റ്റ് ബിരിയാണി കഴിക്കാൻ പറ്റിയ സ്പോട്ട് ഇതാണ്. സ്പോട്ട് എന്ന് വെച്ചാൽ HSR ലേഔട്ടിലുള്ള കാലിക്കറ്റ് ബിരിയാണി. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സാധനം കിട്ടും. അപ്പോൾ കഴിച്ചു നോക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.